ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച വിഷയമാകുന്ന ഒരു സംഭവമാണ് സീക്രട്ട് ഏജൻറ്റ് നമ്മുടെ ടോണീസ് ഗോൾഡ് എന്ന് പറഞ്ഞ ആളെപ്പറ്റി പറഞ്ഞൊരു പരാമർശം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തെയും ഒരു വില പോലും കൊടുക്കാത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ചാരിറ്റി വർക്കുകളെയൊക്കെ ഇത് തട്ടിപ്പാണ്, അല്ലെങ്കിൽ സ്വന്തം പ്രമോഷന് വേണ്ടിയാണ്, അല്ലെങ്കിൽ കൊടുക്കുന്ന പൈസകളിൽ നിന്ന് കുറച്ചേ വരുന്നുള്ളൂ, അയാൾ എന്തൊക്കെയോ കുറേ ഇത്ര മാത്രമേ അയാൾ നടത്താറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ. തൽക്കാലം ഇവൻ്റെ ഈ ആശയങ്ങൾ മാറ്റി വെച്ചിട്ട് നമുക്ക് ആ പുള്ളിയുടെ ഒരു പ്രവർത്തനങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അതായത് ഇദ്ദേഹം വളരെ നല്ല രീതിയിൽ പാവങ്ങളെ സഹായിക്കുന്നൊരു വ്യക്തിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് സഹായിച്ച് ഒരാശ്രയം പോലും ഇന്നത്തെ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാനും അവർക്ക് വസ്ത്രം കൊടുക്കാനും ആഹാരം കൊടുക്കാനൊക്കെ ഒരു മുൻപന്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഈ ടോണീസ് ഗോൾഡ് എന്ന് പറഞ്ഞ ടോണി അച്ചായൻ. ഒരുപാട് പേരുടെ സ്നേഹവും ആശീർവാദവും കണ്ണീരും ഒക്കെ കണ്ടും നമ്മൾ റീൽസിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു കാണും ഇത്തരം കാര്യങ്ങളൊക്കെ. ഇത്തരമൊരു പുണ്യപ്രവൃത്തി സാധാരണക്കാർക്ക് വേണ്ടി ഇറങ്ങി ചെയ്യുന്ന ഈ ഒരു മനുഷ്യനെ ഇത്രയേറെ പുച്ഛിക്കാൻ വേണ്ടി മാത്രം ഇവൻ എങ്ങനെ തോന്നി, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികളൊക്കെ ഏറ്റവും കൂടുതൽ മ്ലേച്ഛമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഇവൻ എങ്ങനെയാണ് ഇവന് പറ്റിയത് എന്നാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്ന ഈ ഒരു കാര്യം. എന്തിൻ്റെ ഒരു മോട്ടീവിൻ്റെ പുറത്താണ് ഇവനിങ്ങനെ കാണിക്കുന്നത്? ഇവൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അനാവശ്യമായി സംസാരിക്കുന്ന എന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ ഈ പരനാറി എന്ന് വേണം പറയേണ്ടത്. ഇത്രയും ഒരു പുണ്യപ്രവൃത്തി കാണിക്കുന്ന, അല്ലെങ്കിൽ സാധനക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യനുണ്ട് ഈ കേരളത്തിൽ എന്നാണ് എൻ്റെ ചോദ്യം. ഇവൻ പറഞ്ഞ കുറേ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ന ഒരു പദ്ധതി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ 41 വീട്ടിൽ മാത്രമേ ഇയാൾ ഉണ്ടാക്കത്തുള്ളൂ, 5 ലക്ഷം വരെ കൊടുക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ വിടുവായി പറയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയാണ് ഇദ്ദേഹം ഇതിനു വേണ്ടി ഇറങ്ങിക്കുന്നത്. ആയിക്കോട്ട്, അയാളൊരു പുണ്യപ്രവൃത്തിയായിട്ട് വരുമ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ 4 ആൾ അറിയുകയും അങ്ങനെ അവർക്കൊരു പ്രൊമോഷൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. ഇവനൊക്കെ ഈ യൂട്യൂബിൽ നിന്ന് ഇത്രയും സമ്പാദിച്ച് ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയോ ഇത്ര എന്തെങ്കിലും പോണ കാര്യങ്ങൾ ഇവനൊക്കെ ചെയ്യുന്നുണ്ടോ? ഈ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇവിടെ ഈ പറയുന്ന ഈ ഒരു പൈസയുടെ കാര്യങ്ങളൊന്നും എനിക്ക് പുറത്തിറക്കാൻ വേണ്ടി പറ്റൂല, അത് കടം ചോദിക്കാൻ വേണ്ടി ആൾക്കാർ വരണമെന്ന്. അപ്പോൾ ഇത്രയും ഒരു പിശുക്കനായി ഈ നാറിയൊക്കെ മറ്റുള്ളവർ ചെയ്യുന്ന ഈ ചാരിറ്റി വർക്ക്, ഈ പ്രവർത്തനങ്ങളിലേക്ക് എന്തിനാണ് ചുമ്മാ കിടന്ന് പുച്ഛിക്കാൻ വേണ്ടി നിൽക്കുന്നത്? ഇവനൊക്കെ എന്തിൻ്റെ കാര്യമാണെന്നുള്ളത്, അല്ലെങ്കിൽ ഇവനൊക്കെ എന്ത് നേട്ടമാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ എടുത്തു വെച്ച് സംസാരിച്ചിട്ട് ഇവന് ഇതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കി ലാഭം കിട്ടാനാണെങ്കിൽ നമ്മളെല്ലാവരും അവൻ്റെ വീഡിയോ റിപ്പോർട്ട് അടിച്ചതെന്ന് കളയാണ് വേണ്ടത്. ഈ പുണ്യപ്രവൃത്തി ചെയ്ത് ഇത്രയും പേരെ സഹായിക്കുന്ന അയാളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു 10 പൈസ ഇവൻ സമ്പാദിക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ്റെ വീഡിയോ റിപ്പോർട്ട് അടിച്ച് നശിപ്പിച്ച് കളയണമെന്നാണ് എനിക്ക് പറയേണ്ടതായിട്ടുള്ളത്. അല്ലേ, ഒരു വ്യൂ പോയിൻ്റ്, നമ്മുടെയൊക്കെ ഒരു വ്യൂ പോയിൻറ്റിൽ ആ പുള്ളി എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പുള്ളി എങ്ങനെയാണ് ആൾക്കാർക്ക് വേണ്ടി ഇത്രയും നന്മയേറിയ കാര്യങ്ങൾ ചെയ്യുന്നുള്ളതിൻ്റെ ഒരു നല്ല വശം മാത്രം കാണാതെ അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ എടുത്ത് വെച്ച് പറഞ്ഞ് നീ ഒരു കാര്യം മനസ്സിലാക്കണം സായി കൃഷ്ണൻ, നീ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ചില ആൾക്കാർക്ക് ബുദ്ധിയുണ്ട്, നിന്നെക്കാട്ടിയും ബുദ്ധിയുണ്ട്. അവരാരും നീ പറഞ്ഞ കേട്ട് അയാളെ പുച്ഛിക്കാനോ വെറുക്കാനോ പോകുന്നില്ല. അയാൾ എത്രത്തോളം അയാളെ പ്രവൃത്തി എങ്ങനെയായിരുന്നാലും അയാൾ സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ് വന്ന് പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്. പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം, നീ വീഡിയോ എടുത്ത് അദ്ദേഹത്തിനൊപ്പം ഒരു സ്പോൺസർഷിപ്പിനോ അല്ലെങ്കിൽ അതിനൊപ്പം പങ്കാളിയാവാൻ താല്പര്യമുള്ളവർ ഇത്ര നന്മയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ട് വരും. ഇതാണ് അവർ നോക്കുന്ന കാര്യം. അല്ല നിന്നെ കണക്ക് വന്നിരുന്നിട്ട് കണ്ടവരുടെ കുറ്റങ്ങളും കുറവുകളും എടുത്തു വെച്ച് അവരെയും കുറ്റം പറഞ്ഞ് അവർ നിന്നെ കുറ്റം പറയുമ്പം നീയും കുറ്റം പറഞ്ഞ് നീയൊക്കെ ജീവിക്കുന്ന ജീവിതങ്ങൾ പോലും എന്താണ്? ആർക്കെങ്കിലും വല്ല ഗുണമുണ്ടോ നീയൊക്കെ ജീവിക്കുന്ന ജീവിതം വെച്ചിട്ടാണെങ്കിൽ? അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഇവിടെ ഒരുപാട് പേർക്ക് ഇവിടെ ഗുണങ്ങളുണ്ടാകുന്നുണ്ട്. നീയൊക്കെ കാരണം എന്ത് തേങ്ങ ഉണ്ടാകുന്ന ഈ കേരള സമൂഹത്തിൽ കുറേ പ്രശ്നങ്ങളല്ലാതെയും ഈ തർക്കങ്ങളല്ലാതെയൊക്കെ പിന്നെ എന്താണ് ഉണ്ടാകുന്നത്? പിന്നെ നിന്നെപ്പോലുള്ള ഒരുത്തിനേക്ക് ഇവിടെ കാരണം അയാൾ ഇവിടെ ചെയ്യുന്നെങ്കിൽ അതിനുള്ള ഒരു നല്ല പ്രവൃത്തി അദ്ദേഹം ചെയ്യുന്നുണ്ട്. നിന്നെ കണക്കത്തെ കുറേ അവന്മാർ ഇവിടെ കേരള സമൂഹത്തിനൊരു ഗുണമില്ല, ജനങ്ങൾക്കും ഗുണമില്ല, ആർക്കും ഗുണമില്ലാത്ത ഒരു പ്രവൃത്തിക്ക് വേണ്ടി എന്തിനാണ് ചുമ്മാ ഇങ്ങനെ നീക്കി വെക്കുന്ന കലവിൽ അടിക്കുന്ന കാര്യം എന്താണ്?
ഒരു ഗുണവും ഇല്ല. നിന്നെ കൊണ്ടൊക്കെ വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഓരോന്ന് പറയുമ്പോഴും എടുക്കുമ്പോഴൊക്കെ നീയൊക്കെ ആദ്യം നന്നാണെന്ന് ചിന്തിക്കണം. നീയൊക്കെ നിൻ്റെയൊക്കെ റേഞ്ച് എന്താണെന്നൊക്കെ നീയൊക്കെ ചിന്തിക്കണം. ഈ മനുഷ്യനെ നീ ഇപ്പോൾ ഇട്ട ഈ വീഡിയോ ഉണ്ടോയെന്ന് ആരും ഇവിടെ പുച്ഛിക്കാനൊന്നും ഇവിടെ ആരും പോണില്ല. അവർക്ക് ബുദ്ധിയുണ്ട്, നിന്നേക്കാളേറെ ബുദ്ധി അവർക്കുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സായി കൃഷ്ണൻ മോൻ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ നീ ഇനി മേലിൽ അദ്ദേഹത്തെ പറ്റി കുറ്റം പറയാനോ അദ്ദേഹത്തിനെ അങ്ങ് തരം തരല്ലോ ശ്രമിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റ് വന്നെങ്കിൽ ആ തെറ്റെന്ന് ജനങ്ങൾക്ക് തോന്നുമ്പം ജനങ്ങൾ വിമർശിച്ചുള്ള നീ ഒരു കുറേ കാര്യങ്ങൾ കൊണ്ടുവന്ന് അയാൾ ഫണ്ട് തട്ടിപ്പാണ്, അങ്ങനെ പ്രൊമോഷൻ കൊടുക്കുന്ന, അങ്ങനെ ഇത്ര തുക കൊടുക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞാണ് ഇവിടെ ആൾക്കാർ കേൾക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ തെറ്റൊന്ന് നമ്മൾ കണ്ണോട് കാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തീരുമാനിച്ചോളാം. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് ഇനി മേലിൽ ഇയാളെപ്പറ്റി നീ ഇവിടെ ഒന്നും പറയാൻ വേണ്ടി പോകണ്ട. നിന്നെ കൊണ്ട് ഇവിടെ ഒരു ഗുണം ഇവിടെ ആർക്കുമില്ല. അതുകൊണ്ട് നന്മ ചെയ്യുന്നവരെയും കൂടെ നീയൊക്കെ ഒരുമാതിരി ക്രൂശിക്കാൻ നിൽക്കൽ. ഇത്ര എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ. അതുകൊണ്ട് ഇവൻ്റെ വാക്കൊന്നും എൻ്റെ പൊതുജനങ്ങളെ ആരും കേൾക്കാനും നിൽക്കരുത്, ഒന്നും നിൽക്കരുത്. ഇവനൊക്കെ ഈ എന്തും അങ്ങോട്ട് എടുത്തു വെച്ച് പറഞ്ഞ് സ്വന്തം ലാഭം ഉണ്ടാക്കുന്ന കുറേ അങ്ങനത്തെ ടൈപ്പ് കഥാപാത്രമാണ് ഇവനൊക്കെ സ്വയം ലാഭങ്ങൾ ഉണ്ടാക്കാൻ ഇവനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാരുടെ വാക്കും നാരും കേൾക്കൽ. ഇത്ര എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ.